നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ബൊട്ടീക്കിൽ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഫിനിഷിങ്ങിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം. ബൊട്ടീക്ക്, തയ്യക്കട, വീട്ടിൽ നിന്ന് തയ്ക്കുന്നു. ഇവർ 3 പേരും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. കസ്റ്റമറിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം വേറിട്ട് നിൽക്കുന്നത്? ഈ 3 പേർക്കും ഒരു ക്വാളിറ്റി റേഞ്ച് വ്യത്യാസം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. ബുട്ടീക്ക് ഫിനിഷിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ വാക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടല്ലേ. എന്താണിത്? എന്താണ് ഈ ബൊട്ടീക്ക് യൂണീക്കായി മാറുന്നത്? കാരണം അവരുടെ പ്രോഡക്ട്സും യൂണീക്കാണ്, അവർ കൊടുക്കുന്ന സർവീസും യൂണീക്കാണ്. അതുകൊണ്ടാണ് ഈ ബൊട്ടീക്കിൽ ഇത്രയും ഒരു ഹൈപ്പ് വരാൻ കാരണം. എക്സ്പെൻസീവ് സൈഡ് ആണെങ്കിൽ കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്യാറുമുണ്ട്. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ഒരു ബൊട്ടീക്ക് ചെല്ലുവാണ്. ഫസ്റ്റ് ഒരു ഡിസൈനർ ഉണ്ടാവും. ആ ഡിസൈനർ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യകത അനുസരിച്ച്, അവർക്കിപ്പോൾ ചിലപ്പോൾ ഒരു കാഷ്വൽ വെയർ ആയിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ഒരു സെമി പാർട്ടി വെയർ ആയിരിക്കും ആവശ്യം, ഇനി ബ്രൈഡ് ആയിരിക്കും. അവരുടെ എന്താണ് ആവശ്യം എന്നുള്ളതനുസരിച്ച് ഒരു ഡിസൈനർ അവർക്ക് വേണ്ടിയിട്ട് യൂണീക്കായിട്ട് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിന് ശേഷം അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയർ, ഈവൻ ഒരു മുത്ത് വെക്കുന്നതിൽ പോലും അവരവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതെന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്നുള്ളതും ചെക്ക് ചെയ്യും. അതിന് ശേഷം ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ, ഒരു ആരി വർക്കോ ഒരു ചെറിയ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ സെക്ഷനിലേക്ക് പോകും. അതിന് ശേഷം ഒരു കട്ടിംഗ് മാസ്റ്റർ അടുത്ത് വരും. ഈ കട്ടിംഗ് മാസ്റ്റർ അതിനെ പെർഫെക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് പോകും. അവരും ഈ പറയുന്ന പോലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോർഷൻസും ക്ലിയർ ആക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിന് ശേഷം പ്രസ്സിങ് എന്നുള്ളൊരു സെക്ഷനുണ്ട്. ഈ സെക്ഷനിൽ ഇത് ചെന്ന് പ്രോഡക്റ്റ് ഒരു ഫൈനൽ ലെവലിലെത്തും. ഇത്രയും പ്രോസസ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്. ഒരു തുണിയിൽ നിന്നും തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും തുണിയുടെ റേറ്റ് കൊണ്ടായിരിക്കുമെന്ന്. അങ്ങനെ മാത്രമല്ല, തുണിയുടെ ക്വാളിറ്റി തൊട്ട് അവരുടെ നൂലിൻ്റെ ക്വാളിറ്റി തൊട്ട് അതിൻ്റെ അവസാനം വരേക്കുമുള്ള ആ ഫിനിഷ്ഡ് ലുക്കിൽ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബൊട്ടീക്സിൽ ഇത്രയും എക്സ്പെൻസീവ് ആകുന്നതും. അത്രയും എഫേർട്ട് അവരതിന് ചെയ്യുന്നുണ്ട്, അത്രയും ടൈം അവരതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്കത് വീട്ടിലിരുന്ന് അച്ചീവ് ചെയ്യാൻ നോക്കാം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്കത് എന്നെക്കൊണ്ടാവുന്ന പോലെയെല്ലാം ഞാനും പറഞ്ഞുതരാം. അതിന് മുന്നേ തന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അതിനൊരു വലിയ നന്ദി കൂടെ ഞാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എൻ്റെ റെസ്പോൺസിബിളാണ് നിങ്ങൾ ഇത്രയും പേര് കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അർത്ഥം എന്നിൽ നിന്നും കുറച്ചെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് പേരുണ്ട് അത്യാവശ്യം യൂട്യൂബൊക്കെ കണ്ട് തയ്ക്കാൻ പഠിച്ചവർ. അപ്പം പഠിച്ചുവെങ്കിലും കുറച്ചുകൂടെ ഫിനിഷിങ് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ഓൾറെഡി ബൊട്ടീക്കൊക്കെ നടത്തുന്നവർ വേറൊരു സെക്ഷനാണ്. അപ്പോൾ പഠിച്ചവരൊരു സെക്ഷൻ, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇനി ഒന്നും തന്നെ അറിയില്ല ബേസിക് തൊട്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർ. അപ്പോൾ വീഡിയോ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ബൊട്ടീക്കിൽ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഫിനിഷിങ്ങിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഒരു ഹോം ബുട്ടീക്ക് നമുക്കെങ്ങനെ ഒരു ഹോം ബുട്ടീക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളെല്ലാവരും തയ്ക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് തയ്ച്ചിടണം, നിങ്ങളുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അറിയാവുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വീട്ടിലിരുന്നൊരു വരുമാനം, ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തിയെടുക്കാനൊരു വരുമാനം ഒപ്പിക്കാം. അതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ ഞാൻ ഈ മേശപ്പുറത്ത് കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഞാൻ മേടിച്ച് കൂട്ടിയ കുറച്ച് സാധനങ്ങൾ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് തുടങ്ങിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം കുറച്ച് എസെൻഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് വേണമല്ലോ തയ്ക്കുമ്പോഴത്തേനും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം തന്നെ നമുക്കിതാ ഈ ടേപ്പിൽ നിന്നും തുടങ്ങാം. ടേപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടേപ്പ് തന്നെ നോക്കി മേടിക്കാം. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ വരുന്ന ഒരു ടേപ്പാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ വൈറ്റ് ടേപ്പ് ഉണ്ടല്ലോ, അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളത് മിക്കവാറും മടക്കിയായിരിക്കും വെക്കുന്നുണ്ടാവുക. അങ്ങനെ പോകെ ഉപയോഗിക്കുമ്പോഴത്തേനും അതിൻ്റെ ആ മടക്ക് വരുന്നിടത്ത് ഇത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കീറിപ്പോവും. അങ്ങനെ വരുമ്പോൾ
നമ്മൾ അളവെടുക്കുമ്പോഴും വ്യത്യാസം വരും, അത് മാർക്ക് ചെയ്യുമ്പോഴും വ്യത്യാസം വരും. അതുകൊണ്ട് ഇതുപോലൊരു ടേപ്പ് മേടിക്കുക. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ അത് നല്ല രീതിയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മടക്കി വെക്കരുത്, ടേപ്പ് ഒരു കാരണവശാലും മടക്കി വെക്കരുത്, എവിടെയെങ്കിലും തൂക്കിയിട്ടേക്കുക. അപ്പോൾ നല്ലൊരു ടേപ്പ് ഇൻവെസ്റ്റ് ചെയ്യുക. കത്രിക, അത്യാവശ്യം നല്ലൊരു കത്രിക തന്നെ വാങ്ങുക. 300, 350, 400 റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല കത്രിക തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ആ പ്രൊഫഷനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. കാരണം തുരുമ്പെടുത്തും മോശമായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ കത്രിക താഴെ വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കഴിവിൻ്റെ പരമാവധി കത്രിക താഴെ വീഴാതെ സൂക്ഷിക്കുക. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, കോട്ടയത്ത് ഒരാളെ ഉള്ളൂ കത്രിക റിപ്പയർ ചെയ്യുന്ന ഒരാൾ. ആ ആളുടെ അടുത്ത് പോയാൽ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പോകത്തില്ല. അതുപോലെ കത്രിക നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. പിന്നെ ഒരു ടിപ്പ് വേണേൽ പറയാം. നമ്മൾ ഓയിൽ, ഇത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ രണ്ടിടത്തുമായിട്ട് ഓരോ ഡ്രോപ്പ് ഓയിൽ വീതം എല്ലാ ദിവസവും നിങ്ങൾ ജോലി ചെയ്താലും വേണ്ടില്ല ഇല്ലേലും വേണ്ടില്ല ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസം വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേന് അതൊന്ന് തുടച്ചു കൊടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയത് ചോക്ക്. ഏത് ചോക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇന്നതൊന്നും ഞാൻ പറയത്തില്ല. ഇതൊരു നോർമൽ ചോക്കാണ്. ഇനി ഹീറ്റ് ഇറേസബിൾ ചോക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് വാക്സിൻ്റെ ചോക്കുണ്ട്. നമ്മൾ ചൂട് കൊടുക്കുമ്പോഴത്തേനും അത് ഉരുകിപ്പോകും. അപ്പോൾ നമ്മൾ വരച്ചതൊന്നും കാണത്തില്ല. അങ്ങനത്തെ ചോക്കും അവൈലബിൾ ആണ്. പിന്നെ ഇതേപോലെ വാട്ടർ ഇറേസബിൾ പെൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൻ ഇത് അവൈലബിൾ ആണ്. 10 20 എന്തോ ആണെന്ന് തോന്നുന്നു റേറ്റ്. ഇത് ഒരെണ്ണം മേടിച്ച് വെച്ചേക്കുക. കാരണം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ക്ലോത്തിലെല്ലാം നമുക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേനും ഇതിൽ സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റെയിൻ അങ്ങ് മാറിക്കോളും. അപ്പോൾ ചോക്കായി. അപ്പോൾ നൂല്, സൂചി അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. പിന്നെ ഞാൻ പറയുന്നത് പശ. ഇത് എൻ്റെ സമയത്തെ പകുതിയായിട്ട് സേവ് ചെയ്ത ഒരാളാണ് ഈ പശ. എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത പോകെ ഉള്ള വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എത്രാമത്തെ ബോട്ടിലാണെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും ഞാൻ പശ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. നിങ്ങൾ ഇതും ഒന്ന് മേടിച്ച് വെച്ചേക്കാം. ഞാൻ പറയുന്നത് എൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് മേടിക്കാം കേട്ടോ. ഇനി ആം ഹോൾ സ്കെയില് അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് സ്കെയില് എന്ന് പറയുന്ന ഈ സാധനം, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെല്ലാം ഇതുകൊണ്ട് ചെയ്യാമെന്ന് നമ്മൾ ഇത് കൈ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആം ഹോളിൻ്റെ കർവ്, നെക്ക്, ബോഡിയുടെ ഷേപ്പ്, ബസ്റ്റിൻ്റെ ഷേപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതുപയോഗിച്ച് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം എല്ലാം വേണമെന്നൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന എല്ലാം മേടിച്ചിരിക്കണം കേട്ടോ, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഒരു സ്കെയില്. ഇതിൻ്റെ വീതി വരുന്നത് 1 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം ഓൾമോസ്റ്റ് 12 ഇഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്റ്റീലിൻ്റെ വേണമെന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സൈസിലൊരു സ്കെയില് ഉറപ്പായിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ള സ്കെയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് എല്ലാം കൂടെ എന്ന് ചോദിക്കും. അതൊഴിവാക്കാം. നമുക്കിത് ഒരു മസ്റ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കേണ്ട സാധനമാണ് കേട്ടോ ഈ സ്കെയില്. പിന്നെ ഇത് മിഷ്യൻ്റെ സൂചിയാണ്. ഞാൻ ഈ മറ്റേ ഗോൾഡ് ഷെയ്ഡിൽ വരത്തില്ലേ, ഇത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എടുത്തു കഴിഞ്ഞാൽ താഴെ പോകുന്നൊരു ചെറിയ പേടിയുണ്ട്. കണ്ടോ ഗോൾഡ് ഷെയ്ഡ് വരുന്നുണ്ടോ? ഇതുപോലത്തെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ. മുന്നെയൊക്കെ സാധാരണ നോർമലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം നമുക്ക് സ്റ്റിച്ചിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയലിൻ്റെയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഷീൻ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ചോദിച്ച് മേടിക്കുക. സൂചി ഏതാണേലും നല്ല കുറച്ച് സൂചി ഇതേപോലെ ഒരു ഇതിൽ മേടിച്ച് വെക്കാം. പിന്നെ വരുന്നത് പ്രഷർ ഫൂട്ടാണ്.
ഇത് നിറയെ പ്രഷർ ഫുഡ് മാത്രമല്ല, ഓയിലാണ് കേട്ടോ ഈ കാണുന്നത്. പ്രഷർ ഫുഡ് മാത്രമല്ല, ഇതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് അത്രേ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് ബോബിൻ കേസ് വെച്ചിട്ടുണ്ട്. ഇത് റോൾഡ് ഹെം ഫ്രൂട്ടാണ്. ഇതും റോൾഡ് ഹെം ഫ്രൂട്ടാണ്. ഇത് ഭയങ്കര നേരിയ ഹെമ്മിങ് വരുന്ന ഫ്രൂട്ടാണ്. പിന്നെ ഇത് ഗ്യാദർ ഫ്രൂട്ടാണ്, ചുരുക്കിടുന്ന. പിന്നെ ഇത് 3 in 1 ഫ്രൂട്ടെന്ന് പറയും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നീഡിലനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് 3 in 1 ആയിട്ടുള്ള പ്രഷർ ഫുഡാണ്. പിന്നെ ഇത് സിംഗിൾ ഫീറ്റ് പ്രഷർ ഫുഡ് കണ്ടോ, ഇതൊരു സൈഡ്. ഇതേപോലെ ഇതിപ്പോൾ ലെഫ്റ്റാണ്, ഇതേപോലത്തെ റൈറ്റും കിട്ടും. ഞാൻ ലെഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിപ്പർ ഫുഡാണ്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറുണ്ട്, വേറൊരു ബോബിൻ കേസ്. അത് സാധാരണ മെഷീൻ്റെ സൂചിയുണ്ട്. തിരിച്ച് വെക്കട്ടെ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം പോകെ. ഞാൻ സിബിൻ്റെ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഞാൻ മെഷീനിൽ ഇങ്ങനെ പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതും ഞാനത് മെൻഷൻ ചെയ്തേക്കാം. അതും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് എല്ലാം മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ പ്രഷർ ഫുഡ് മതി കേട്ടോ. ഇത് ഞാൻ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പോകെയാണ് നമുക്കിതെല്ലാം വേണ്ടി വരുന്നത്. അത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് സാധാരണ മതി. പിന്നെ ഞാൻ പറയും, ഉറപ്പായിട്ടും മേടിച്ചിരിക്കേണ്ട സാധനം ഞാൻ പറയും ക്യാൻവാസ്. 1 മീറ്ററോ 2 മീറ്ററോ റോളായിട്ടോ ഒക്കെ വേണേൽ നിങ്ങൾക്ക് മേടിച്ച് വെക്കാം. ഞാൻ 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ, ചിലപ്പോൾ 5 മീറ്ററൊക്കെ ആയിട്ടായിരിക്കും മേടിച്ച് വെക്കാറ്, ആവശ്യം അനുസരിച്ച്. അപ്പോൾ ക്യാൻവാസ് മസ്റ്റാണ്. ഇനി മസ്റ്റായിട്ടുള്ളൊരു കാര്യം ത്രെഡ് കട്ടർ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചരട് കെട്ടി മെഷീൻ്റെ സൈഡിൽ എപ്പോഴും തൂക്കിയിട്ടിരിക്കും, എപ്പോഴും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ട്. കാരണം ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നുപോയാൽ ലോകം മുഴുവൻ തപ്പി നടക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിൽ തന്നെ ആയിരിക്കും എപ്പോഴും കോർത്തിട്ടിട്ടുണ്ടാവുക. അതുപോലെ ഓവർലോക്ക് ചെയ്യുന്നിടത്ത് ഞാൻ ഇതുപോലെ ഒരെണ്ണം കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു ത്രെഡ് കട്ടർ മേടിച്ച് വെച്ചിരിക്കുക. അതൊരു ചരടി കെട്ടിയോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ വെച്ചേക്കാം. പിന്നെ ഇത് ബ്ലൗസിൻ്റെ ഹുക്കാണ്. പിന്നെ ഇത് മറ്റേ ടേബിൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഈ ഹുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബട്ടനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ഫുഡാണ് ഇത്. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ള ഒരു പ്രഷർ ഫുഡ് കണ്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐസാണ്, ഐയല്ല ഹുക്ക്. അപ്പം ഇത് ബ്ലൗസിനാണേലും എവിടെയെങ്കിലുമൊക്കെ കൊളുത്തി വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്നതാണ്. പിന്നെ മേടിക്കേണ്ടത് ഇത് തുരുമ്പെടുത്തൊക്കെ ഇരിക്കുകയാണ്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇത് ട്രേസിങ് വീലാണ് കേട്ടോ. അതായത് നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിലായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് അപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ ഫാബ്രിക്കിൽ ഉരച്ചു കൊടുക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ വീഡിയോയിലൊന്നും അത്ര ക്ലിയറായി കൊള്ളണമെന്നില്ല. നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തുണിയുടെ താഴെ വശത്തും ഇതിൻ്റെ മാർക്ക് വരും. ഈ മുട്ട് പോലെ ഇങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് അപ്പുറ വശത്തും ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മേടിച്ച് വെക്കേണ്ട ഒരു സ്കെയില് ഇതാണ് കേട്ടോ. ഇത് ഹിപ്പ് കർവ് സ്കെയിലെന്ന് പറയും. ഇത് ഒരേപോലെ നമുക്ക് പാൻറ്റിനും യൂസ് ചെയ്യാം, ഒരേപോലെ നമുക്ക് കുർത്തിയുടെ സൈഡൊക്കെ ഷേപ്പ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരെണ്ണം മേടിച്ച് വെച്ചേക്കണം കേട്ടോ. ഒരുപാട് ലിസ്റ്റായോ? ഇല്ലല്ലേ, കുറച്ചൊക്കെ ഉള്ളൂ. ഇത് മേടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ടേബിൾ ടോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രഷർ ഫുഡുകൾ ഉള്ള ഒരു ബോക്സാണ്, ഒരു കിറ്റാണിത്. ഇത് നിങ്ങൾക്ക് ടേബിൾ ടോപ്പാണ്, ഒരു തരത്തിലുള്ള സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് ചെയ്യണം. ഇപ്പോൾ ഇതുണ്ടോ, സിബ്ബർ ഫൂട്ടിൽ തന്നെ
2 ടൈപ്പുണ്ട്. ഇങ്ങനെ പല പല വേരിയേഷൻസ്. ഇത് കണ്ടോ, ഇത് പിൻടക്ക് ചെയ്യുന്ന പോലത്തെ ഫൂട്ടാണ്, കാണാമോ? അപ്പോൾ ഇത് 1000 രൂപ അടുപ്പിച്ചെന്തോ ഉള്ളൊരു സാധനമാണ്. ഇത് ഉടനെ ഒന്നും മേടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സ്റ്റിച്ചിങ് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്കത് മേടിക്കാം. പിന്നെ വരുന്നത് എലാസ്റ്റിക്, പല സൈസിൻ്റെ എലാസ്റ്റിക് ഉണ്ട്. ഇതിപ്പോൾ 1.25, ഈ റീസെൻ്റായിട്ട് ഞാൻ മേടിച്ചതാണ്. 1ൻ്റെ ഉണ്ട്. 1ൻ്റെ മേടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതിനൊരു കട്ടിയുള്ള പോലെ ഉണ്ട്. പക്ഷേ ഈ 1.25ൻ്റെ നല്ല സോഫ്റ്റാണ്, പാൻറ്റിനൊക്കെ നല്ല സ്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ഞാൻ പുറകെ ഇതൊക്കെ വീഡിയോ ചെയ്യും കേട്ടോ. ഇതൊക്കെ വേണം, ഉടനെ മേടിച്ചില്ലെങ്കിലും വീഡിയോ കണ്ട് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം കേട്ടോ. 1 മീറ്ററൊക്കെ മേടിച്ചാൽ മതി, ഇങ്ങനെ ബൾക്കായിട്ടൊന്നും മേടിക്കണമെന്നൊന്നുമില്ല. 1 മീറ്ററൊക്കെ മേടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം പോലെ ഉപയോഗിക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ. പിന്നെ വരുന്നത് ഫോർക്ക്. ഈ ഫോർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീറ്റ് ഇടാനായിട്ട്, സ്കേർട്ടിലൊക്കെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർക്ക്. പിന്നെ ഇത് നമ്മുടെ ആരി നീഡിൽ കളക്ഷനാണ് കേട്ടോ. ആരി നീഡിൽ ആരി വർക്കൊക്കെ പറയുമ്പോഴത്തേന് ഞാൻ ഡീറ്റെയിൽ ആക്കാം. എല്ലാം കൂടെ കൂട്ടി കുഴക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് കൂടുതലായിട്ട് പറയാത്തത്. പിന്നെ എൻ്റെ കയ്യിലൊരു ചെറിയ റൗണ്ട് ഫ്രെയിമുണ്ട്. ഇതിലാണോ ആരി വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ കയ്യിൽ ഇച്ചിരി വലിയൊരു ഫ്രെയിമുണ്ട്. അത് ഞാൻ ആരി വർക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേനും കാണിച്ചു തരാം. പിന്നെ ഇതേപോലെ ബോക്സിലാണ് ഞാൻ നൂല് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നില്ലേ കളറൊക്കെ? അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇത് നമ്മൾ ഷെയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ അലങ്കോലമാക്കി ഇടാതെ കറക്റ്റായിട്ട് അടിക്കും. ഞാൻ സ്പേസ് ഇല്ലെങ്കിൽ ചെയ്തുണ്ടോ, ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പോലെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് നിർത്തിയേക്കും. അപ്പോൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ബോക്സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഇതുണ്ടോ, ഇത് ലൂപ്പ് ടേണറാണ് കേട്ടോ. അതായത് ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ വള്ളി പോലെ കൊടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് വള്ളി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ലൂപ്പ് ടേണർ. വരുവാ. പിന്നെ മേടിക്കേണ്ടത് ഈ ഒരു L സ്കെയിൽ, ഇത് മേടിച്ചിരിക്കണം കേട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഈ ഒരു L സ്കെയിൽ മേടിച്ച് വെച്ചേക്കുക. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ സ്ക്രബ്ബറാണിത്. ഇതിനകത്ത് ഞാൻ മുട്ടുസൂചികളാണ് കേട്ടോ കുത്തി വെച്ചിട്ടുള്ളത്. പിന്നെ വലിയൊരു സൂചി, നോർമലായിട്ടുള്ള ഒരു സൂചി. ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം. മസ്റ്റായിട്ടുണ്ടായിരിക്കേണ്ട മറ്റൊരു സാധനമാണ് കാൽക്കുലേറ്റർ. ഇത് മേടിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിലൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ആ വഴിക്ക് പോകും. അടുത്ത് നമ്മൾ പ്രസ് ബട്ടണൊക്കെ ഫിക്സ് ചെയ്യുന്നൊരു ടൂളുണ്ട്, അതാണ് കാണിച്ചത്. ഇത് ആദ്യമേ മേടിച്ച് വെക്കണം എന്നൊന്നുമില്ല. കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പൊക്കെ നമുക്ക് പ്രസ് ബട്ടൺ ആവശ്യമായിട്ട് വരുമല്ലോ, അപ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. പിന്നെ മസ്റ്റായിട്ട് മേടിച്ചിരിക്കേണ്ടത് ഒരു സീം റിപ്പറാണ്. ഇത് നമുക്കറിയാമല്ലോ, തയ്ച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തുന്നലഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത്. ഇത് മേടിച്ച് വെച്ചോ, എന്നിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത എവിടെയെങ്കിലും വെക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി ഉണ്ടാവും, തയ്ച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമുക്കിതുണ്ടല്ലോ അഴിക്കാമല്ലോ എന്നൊക്കെ ഉള്ളൊരിത് വരും. അതാണ് മാക്സിമം ഇത് അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റിച്ച് പെർഫെക്റ്റാക്കി യൂസ് ചെയ്യാം. ഇതെന്താണെന്നറിയാമോ, നമ്മൾ റോൾഡ് ഹെം അടിക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു പരിപാടിയാണ് അതും. പിന്നെ ഞാൻ മേടിച്ചത് എംബ്രോയ്ഡറി ചെയ്യാമെന്നുള്ള മോഹവുമായി മേടിച്ചൊരു സാധനമാണ് ഫ്ലവർ സ്റ്റിച്ച് എന്നുള്ളത്. ഇത് രസമാണ്, നമുക്ക് മറ്റേ ടേബിൾ ടോപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ചിടും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ എംബ്രോയ്ഡറി ചെയ്യാം കേട്ടോ, വളരെ ചെറിയ രീതിയിൽ. നിങ്ങളുടെ മെഷീനിലെ സ്റ്റിച്ച് പോലെ ഇരിക്കും അതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി. ഇത് പാവാടയ്ക്കൊക്കെ വെക്കുന്ന, പാൻറ്റിനൊക്കെ വെക്കുന്ന കൊളുത്തും അതിൻ്റെ ഐ പോലത്തെ ആ സംഭവമാണ്. പിന്നെ ഉള്ളത് ഇതാണ് റിവിൽസിബിൾ ടേപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയ ക്യാൻവാസാണ്, 2 സൈഡും ഒട്ടുന്ന പോലെ. ഇത് ചൂട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇത് ഉരുകി തുണിയുമായിട്ട് സെറ്റാവും, അതാണിത്. പിന്നെ മേടിച്ചത് ഇത് പാൻറ്റിനൊക്കെ വെക്കുന്ന ക്യാൻവാസാണ്, 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ്. ഇത് നമുക്ക് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്താണെങ്കിലും എടുക്കാം, പക്ഷേ ഇങ്ങനെ ഒരു റോളുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഡബിൾ സൈഡ് ടിഷ്യൂ ടേപ്പ്. ഇത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത് എന്താണെന്നുള്ളത്.
ഡബിൾ സൈഡഡ് ടിഷ്യൂ ടേപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി വരുന്നത് അയൺ ബോക്സ് ആണ്. എൻ്റെ അയൺ ബോക്സ് കണ്ടത് നിങ്ങൾ ഞെട്ടരുത്. ഈ അയൺ ബോക്സിന് എൻ്റെ പ്രായം കാണുമായിരിക്കുമല്ലേ അമ്മേ? ഒത്തിരി വർഷം പഴക്കമുള്ളൊരു അയൺ ബോക്സ്. ഞാനതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് സ്റ്റീം അയൺ. ഇത് പൊളി സാധനമാണ്, അടിപൊളിയാണ്. സ്റ്റീം അയൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് വേറൊരു ലെവലായിരിക്കും. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാണിച്ചു തരാം. അത് ഇതിൻ്റെ ഹെഡ് നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഫാബ്രിക്കിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ പറ്റും. ആദ്യമേ ഇതൊന്നും മേടിക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇത് ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കുന്ന ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ തുടങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റാ.